Hi friends. ഇന്നത്തെ സാരി വീഡിയോയിൽ നമ്മൾ ഡെയിലി വെയർ കളക്ഷൻസും കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പാർട്ടി വെയർ കളക്ഷൻസും കാണിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ജൂണൊക്കെ ആകുമ്പോഴത്തേനും സ്കൂളൊക്കെ ഓപ്പൺ ആകും. അപ്പോൾ ഒത്തിരി കസ്റ്റമേഴ്സ്, ടീച്ചേഴ്സൊക്കെ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഡെയിലി വെയർ, പ്രത്യേകിച്ച് റെയിനി സീസണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീഡിയോയിലും ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരീസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നും ഇതിൽ തന്നെ എനിക്ക് വന്നൊരു സെമി ടസർ ഫാബ്രിക്കിലും അതുപോലെ തന്നെ നെറ്റ്കോട്ട ഫാബ്രിക്കിലും സെമി സിൽക്ക് ഫാബ്രിക്കിലും ഒക്കെ ബഡ്ജറ്റ് റേഞ്ചിൽ നമ്മൾ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. കൂടെ തന്നെ പാർട്ടി വെയർ കളക്ഷൻസും കൊണ്ടുവന്നിട്ടുണ്ട്. പാർട്ടി വെയർ ആയിട്ട് ഉള്ളത് ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ ഡിഫറെൻറ്റ് ഫാബ്രിക്കിലും ഡിഫറെൻറ്റ് പാറ്റേണിലും ഡിഫറെൻറ്റ് പ്രൈസ് റേഞ്ചിലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇതൊരു പ്രീമിയം ജൂട്ട് സിൽക്ക് സാരി ആയിട്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. കൊടുത്താൽ നമുക്ക് നന്നായിട്ട് ഒതുങ്ങിയിരിക്കും. അതിൽ താഴത്തെ ഞൊറിയൊക്കെ പോലെ നോക്കി നമ്മൾ പിക്ചറിലൊക്കെ കാണുന്ന പോലെ അത്രയ്ക്ക് ഒതുങ്ങിയിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ 1 ലെയർ ആയിട്ടോ പ്ലീറ്റ്സ് ചെയ്ത് എങ്ങനെ വേണേലും നിങ്ങൾക്ക് ഡ്രൈപ്പ് ചെയ്യാൻ പറ്റും. മറ്റൊരു പാർട്ടി വെയർ കളക്ഷൻ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആപ്ലിക് വർക്ക് വരുന്ന സാരീസ് ആട്ടോ. ആപ്ലിക് വർക്ക് വരുന്ന സാരീസ് മെയിനായിട്ട് നമ്മൾ സെമി റോസ് സിൽക്കിലും അതുപോലെ തന്നെ സോഫ്റ്റ് ഓർഗൻസ ഫാബ്രിക്കിലും ഒക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. ഈ ഒരു 2 ഫാബ്രിക് ഇഷ്ടമല്ലാത്ത കസ്റ്റമേഴ്സ് പേഴ്സണിലേക്കാണെങ്കിലും നമുക്ക് ഒത്തിരി പേര് മെസ്സേജ് അയച്ചായിരുന്നു, ആപ്ലിക് വർക്ക് വരുന്ന സാരീസ് ചെയ്യാവോ, അതും ഡിഫറെൻറ്റ് ഫാബ്രിക്കിലേക്ക്. അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മളൊരു സെമി ടസർ ഫാബ്രിക്കിലേക്ക് ആ ഒരു ആപ്ലിക് വർക്ക് വരുന്ന സാരീസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതായത് അധികം ട്രാൻസ്പെറൻ്റ് ഒന്നും അല്ലാതെ നമുക്ക് ഇഷ്ടത്തിന് നല്ലതായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ആപ്ലിക് വർക്ക് 2 പാറ്റേൺ കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു പ്യുവർ ടസർ ഫാബ്രിക്കിൽ വരുന്ന സാരീസ്, അതും ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചിൽ 3000 ബിലോ റേഞ്ചിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കളക്ഷൻസ് ഒക്കെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. വീഡിയോ ഇഷ്ടമാവും. അതുപോലെ നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ഇടിവണ്ണയാണ്. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് നമുക്ക് ഡെയിലി വെയർ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ പറ്റിയതായിട്ട് ഒരു ബേജ് ഷെയ്ഡാണ്. സെമി ടസർ ഫാബ്രിക്കിലേക്കാണ് വരുന്നത്. ഈ ഒരു സാരി എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സിനാണെങ്കിലും ഡെയിലി വെയർ ആയിട്ട് ഓഫീസ് ഗോയിങ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനാണെങ്കിലും അതുപോലെ ഈ ഒരു റെയിനി സീസണിലൊക്കെ ഡെയിലി ഒരു സാരി എടുക്കുന്ന കസ്റ്റമേഴ്സിനൊക്കെ അധികം നല്ല സാരീസൊക്കെ അയ്യോ നനിയോ അങ്ങനെയുള്ളൊരു പേടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് കണ്ണടച്ച് എന്താ പറയുക ഡ്രൈപ്പ് ചെയ്യാൻ പറ്റുന്ന സാരീസ് ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബേജാണ് എല്ലാത്തിൻ്റെയും ബേസിക് കളർ വന്നിരിക്കുന്നത്. അതിലേക്ക് ഫസ്റ്റ് വണ്ണിൽ ഈ ഒരു മെറൂൺ കോമ്പിനേഷനിൽ ബോർഡേഴ്സിലാണെങ്കിൽ ഒരു ഡയമണ്ട് ഷേപ്പിൽ ചെറിയ ത്രെഡിൻ്റെ വീവിംഗ് ആണ്. അതുപോലെ തന്നെ ബോഡി പോർഷനിലും ഒരു ലീഫി ഡിസൈൻ പാറ്റേണിലേക്ക് നമ്മുടെ ആ ഒരു ത്രെഡ് വീവിംഗ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അടിപൊളിയായിട്ടുള്ള സാരി ആട്ടോ. പല്ലുവിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് പോലെ പല്ലുവിലേക്ക് വരുമ്പോഴത്തേനും ഡിസൈൻ ഡിഫറൻസ് ആ ഒരു വീവിംഗ് പാറ്റേൺ തന്നെയാണ് വന്നിരിക്കുന്നത്. ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഈ ഒരു ബുട്ടാസും ആയിട്ടാണ്. ബേജ് കളറിൽ തന്നെ ബുട്ടാസാരും നമ്മുടെ ത്രെഡിൻ്റെ സെയിം കളർ മെറൂണിൻ്റെ ഷെയ്ഡിലേക്ക് ബുട്ടാസും ആയിട്ട് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. സ്ലീവ് എൻഡിലേക്ക് ഇതുപോലെ ബോർഡർ പോർഷനും കൊടുത്തിട്ടുണ്ട്. 1195 ആണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയുടെ പ്രൈസ് വരുന്നത്. ഇനി ഇതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് എന്ന് പറഞ്ഞാൽ എല്ലാം തന്നെ നമുക്ക് ഈ ഒരു ബേജ് കളറിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കോമ്പിനേഷൻ ആ ഒരു വീവിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ത്രെഡിൻ്റെ കളറിലാട്ടോ ഡിഫറൻസ് വരുന്നത്. സെക്കൻഡ് വൺ വരുന്ന ബ്ലൂവിൻ്റെ കോമ്പിനേഷനുമായിട്ടാണ്. സെയിം പാറ്റേൺ ആണ്. 1195 ആണ് പ്രൈസ് വരുന്നത്. ഈ ഒരു ബുട്ടാസ് വരുന്ന ബ്ലൗസൊക്കെ ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബ്ലൂ കളർ പ്ലെയിൻ ബ്ലൗസിൻ്റെ കൂടെ ആണെങ്കിലും പെയർ ചെയ്യാൻ പറ്റും. 1195 റേറ്റിലേക്ക് വരും. അടുത്തത് പിങ്കിൻ്റെ കോമ്പിനേഷനാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോമ്പിനേഷൻസും ആണ് വന്നിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ബേജ് കളറൊക്കെ എല്ലാ സ്കിൻ ടോണുകാർക്കും ചേരുകയും ചെയ്യും. അടിപൊളിയായിട്ടുള്ള സാരി 1 ലെയറായിട്ടോ പ്ലീറ്റ്സ് ചെയ്ത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡ്രൈപ്പ് ചെയ്യാനും പറ്റും. 1195 റേറ്റ് വരും. ഈ ഒരു യെല്ലോ കോമ്പിനേഷൻ നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ഗോൾഡൻ ടച്ച് വരുന്ന യെല്ലോ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. ഒരു ലൈറ്റ് യെല്ലോ ബ്ലൗസ് കൂടെയൊക്കെ ആണെങ്കിൽ സൂപ്പർ ആയിരിക്കും. ഇനിയിപ്പം ഫസ്റ്റ് ഡേയിലൊക്കെ സ്കൂളിലൊക്കെ ടീച്ചേഴ്സൊക്കെ കൂടുതൽ പേരും സാരിയൊക്കെ വെയർ ചെയ്ത് പോകാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു സൂപ്പർ ആയിട്ടുള്ളൊരു കളക്ഷൻ ആട്ടോ. എന്നാൽ ബഡ്ജറ്റ് റേഞ്ചിലുമാണ് വന്നിരിക്കുന്നത്. അടുത്ത കോമ്പിനേഷൻ ഗ്രീനിലേക്കാണ് വരുന്നത്. 1195 റേറ്റ് വരും. എനിക്ക് തോന്നുന്നു കോൺട്രാസ്റ്റ് ബ്ലൗസ് ഒന്നുകൂടെ ഭംഗിയായിരിക്കും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസ്. ഇതിന് അടുത്ത ഷെയ്ഡ് ലാസ്റ്റ് ഷെയ്ഡാണ് ഈ ഒരു വൈൻ കളർ കോമ്പിനേഷനിലേക്കാണ് വന്നിരിക്കുന്നത്. സെമി ടസർ ഫാബ്രിക്കുമായിട്ട് വരുന്നത്. ഇവിടുത്തെ നന്നായിട്ട് ഒതുങ്ങിയിരിക്കുകയും ചെയ്യും. 1195 പ്രൈസ് റേഞ്ചിലേക്കാണ് വന്നിരിക്കുന്നത്. അടുത്തതും നമുക്ക് ഈ പറഞ്ഞ പോലെ ഡെയിലി വെയർ കളക്ഷനിൽ ആഡ് ചെയ്യാൻ പറ്റിയതാണ്. നെറ്റ്കോട്ട ഫാബ്രിക്കിലേക്കാണ് വന്നിരിക്കുന്നത്. അതിൽ ഫുള്ളായിട്ട് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ പാറ്റേൺ ആയിട്ടാണ് വരുന്നത്. ഇതും നമ്മുടെ ഈ ഒരു റെയിനി സീസണൊക്കെ സ്യൂട്ടായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. നല്ല ഭംഗിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കേട്ടോ. സാധാരണയൊക്കെ എപ്പോഴും നമ്മൾ കാണുന്ന ആ ഒരു പാറ്റേണിൽ നിന്നൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന സാരിയാണ്. നെറ്റ്കോട്ടയിൽ ഫുള്ളായിട്ട് ഇതുപോലെ ഫ്ലോറൽ ഡിസൈനാണ് വരുന്നത്. അതിലേക്ക് ഒരു ഗ്രേ കളർ ബോർഡർ പോർഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല്ലുവിലും ഈ ഒരു സെയിം ഡിസൈനും അതുപോലെ പോർഷനിൽ ടാസിൽസൊക്കെ അറ്റാച്ച്ഡ് ആയിട്ടാണ് സാരി വന്നിരിക്കുന്നത്.
കുറച്ച് കോൺട്രാസ്റ്റ് ആയിട്ട് അവർ നമ്മുടെ ബോർഡർ ഗ്രേ കളറിലേക്കാണ് വരുന്നത്. ഗ്രേയിൽ ഡിസൈൻ പാറ്റേൺ വരുന്ന ബ്ലൗസ് പീസാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. 1295 ആണ് ഈ ഒരു ബ്യൂട്ടിഫുൾ സാരിയുടെ പ്രൈസ് വരുന്നത്. ഇതിൻ്റെ തന്നെ ഒരു ഷെയ്ഡ്, ഇതും നമ്മൾ ഈ പറഞ്ഞ പോലെ ബേസിക് കളർ സെയിം ആയിരിക്കും. ഇതിൻ്റെ ആ ഒരു ഡിസൈനിൽ പാറ്റേണിൽ വന്നിരിക്കുന്ന കളറിലാട്ടോ ഡിഫറൻസ് വരുന്നത്. അപ്പം നിങ്ങളുടെ 2 കളർ ചാർട്ടിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യുക, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. 1295 പ്രൈസ് റേഞ്ചിലേക്ക് വരും. അടുത്തൊരു സെമി സിൽക്ക് ഫാബ്രിക്കിൽ വന്നിരിക്കുന്നതാണ്. ഇതും നമുക്ക് ഡെയിലി വെയർ കളക്ഷനിൽ ആഡ് ചെയ്യാൻ പറ്റിയതാണ്. ഈ ഒരു ഗ്രീൻ ആൻഡ് ബ്ലൂ കളർ കോമ്പിനേഷൻ സൂപ്പറായിട്ടുള്ളൊരു കളർ കോമ്പിനേഷനാണ് വന്നിട്ട്. ഈ സാരിയൊക്കെ നന്നായിട്ട് ഉടുത്താൽ നല്ല രീതിക്ക് ഒതുങ്ങിയിരിക്കുന്നത് കേട്ടോ. പ്ലീറ്റ്സൊക്കെ എടുത്ത് നമുക്ക് ഓഫീസ് ഗോയിങ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. അതുപോലെ ഡെയിലി പള്ളിയിൽ പോകുന്ന അമ്മമാരൊക്കെ ഉണ്ടാകും. അപ്പോൾ അവരൊക്കെ പൊതുവെ ഇച്ചിരി നല്ല സാരീസൊക്കെ പാത്ത് വെക്കും മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേനും. അപ്പോൾ എന്നാൽ നമുക്ക് ആ ഒരു ഒക്കേഷനിലൊക്കെ മഴയുള്ള സമയത്തൊക്കെ ആണെങ്കിലും വെയർ ചെയ്യാൻ പറ്റിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഗ്രീൻ ബ്ലൂ കോമ്പിനേഷനാണ് വരുന്നത്. ഒരു ടെമ്പിൾ ഡിസൈൻ ബോർഡേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പല്ലുവിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് പോലെ ടാസിൽസ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരിക. ബ്ലൗസ് പീസ് ബോർഡറിൻ്റെ സെയിം കളറിലേക്ക് വരും. അതിലേക്ക് ബോഡി പോർഷൻ്റെ കളറിൽ ബുട്ടാസും വരും. 1295 ആണ് റേറ്റ് വരുന്നത്. അടുത്ത കുറച്ച് റയർ ആയിട്ടുള്ള ഷെയ്ഡാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രേപ്പിൻ്റെ ഒക്കെ ആ ഒരു കളറിലേക്ക് ഗ്രീൻ കോമ്പിനേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഗ്രീൻ പ്ലെയിൻ ബ്ലൗസിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. 1295 റേറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. അടുത്തത് ഒരു സെമി ഫാബ്രിക്കിൽ കട്ട് വർക്കുമായിട്ട് വരുന്ന സാരീസാണ്. അതായത് കട്ട് വർക്ക് വരുന്ന സാരീസ് ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചിലാട്ടോ ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. ഒരു മെറൂണിൻ്റെയും ബ്രിക്കിൻ്റെയൊക്കെ ഒരു ഷെയ്ഡിലേക്കാണ് ഫസ്റ്റ് വൺ വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇതിൽ നമുക്ക് അപ്പർ ബോർഡർ പ്ലെയിൻ വന്നിട്ട് ബോഡി പോർഷനിൽ സ്കാറ്റേർഡ് ആയിട്ട് എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത്. ലോവർ ബോർഡർ വരുമ്പോഴത്തേനും എംബ്രോയ്ഡറി വർക്കും അതിനോടൊപ്പം തന്നെ കട്ട് വർക്കും വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1395 ആട്ടോ. കട്ട് വർക്ക് വരുന്ന സാരീസൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് എന്തായാലും വർത്തായിട്ടുള്ളൊരു ഐറ്റാണ്. നല്ല നല്ല കളർ ചാർട്ടിൽ വന്നിട്ടുണ്ട്. ഈ ഒരു ഗ്രീനൊക്കെ നോക്കിയാൽ എന്ത് ഭംഗിയാണ്. അതിലേക്ക് ഒരു ലാവൻഡറും ഗ്രേപ്പിൻ്റെ ഒക്കെ കോമ്പിനേഷനിൽ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. 1395 പ്രൈസ് റേഞ്ചിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതും നമ്മുടെ ഡെയിലി വെയർ കളക്ഷൻസിനും അതുപോലെ തന്നെ സെമി പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റിയതാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ ഈ ഒരു വൈൻ ഷെയ്ഡാണ്. 1395 ആണ് റേറ്റ് വരുന്നത്. അടുത്ത ഗ്രേപ്പ് കളർ. ഓക്കെ, അതിൽ വന്നിരിക്കുന്ന കളർ ചാർട്ടും സൂപ്പറാട്ടോ. അപ്പോൾ നിങ്ങളുടെ 4-5 ഷെയ്ഡ്സാണ് നമുക്ക് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഫേവറേറ്റ് കളറൊക്കെ സെലക്ട് ചെയ്യുക, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഈ ഒരു ബ്ലൂവും കൂടിയാണ് നമുക്ക് ഈ ഒരു സാരിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. മൾട്ടി കളറിലാണ് എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നത്. 1395 പ്രൈസ് റേഞ്ചിലേക്ക് വരും. അടുത്തത് വരുന്നത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ ആപ്ലിക് വർക്ക് വരുന്ന സാരീസ്. ഈ ഒരു സാരി നോക്കിക്കാം. മറ്റൊരു സാധാരണയായിട്ട് നമുക്ക് ആപ്ലിക് വർക്ക് വരുന്ന സാരീസ് കൂടുതലും കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പം കുറച്ച് കസ്റ്റമേഴ്സ് എങ്കിലും ആ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് വെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ സെമി റോസിൽക്കൊക്കെ വരുമ്പോഴത്തേനും കുറച്ചുകൂടി ഒരു ബോഡി ഹഗ്ഗിങ് ആയിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് എല്ലാ ഏജ് ലിമിറ്റുകാർ ഉള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ട്രാൻസ്പെറൻ്റ് ഒന്നും അല്ലാതെ നല്ലൊരു സെമി ടസർ ഫാബ്രിക്കിൽ ആപ്ലിക് വർക്കുമായിട്ട് അടിപൊളിയായിട്ടുള്ള സാരി ആട്ടോ. ഇതൊരു പീച്ച് ടോണാണ് ഫസ്റ്റ് വൺ വരുന്നത്. ബോഡി പോർഷൻ ഫുള്ളി ഒരു ആപ്ലിക് വർക്ക് വരുന്നുണ്ട്. സ്കാലപ്പ് വർക്കും കൊടുത്തിട്ടുണ്ട് ബോർഡേഴ്സിലേക്ക്. പല്ലുവിലേക്കും ആ ഒരു ആപ്ലിക് വർക്ക് തന്നെയാണ് വരിക. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് വരും. 1695 ആണ് ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത്. അതായത് നമുക്കൊരു ബഡ്ജറ്റ് റേഞ്ചിൽ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള സാരി. സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഗ്രീനാണ്. നമ്മൾ സാധാരണ കാണുന്ന ആ ഒരു കളർ ചാർട്ടെല്ലാം തന്നെ വന്നിട്ടുണ്ട്. സൂപ്പർ കളർ ചാർട്ടും അതുപോലെ തന്നെ ആ ഒരു ആപ്ലിക് വർക്കൊക്കെ ആണെങ്കിൽ നല്ല ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത്. അടുത്ത വരുന്ന ഈ ഒരു പിങ്കിൻ്റെ ഷെയ്ഡാണ്. ഇനി ഒരു അക്വ ഗ്രീൻ ഷെയ്ഡോടെ നമുക്ക് ഇതല്ല, അക്വ ഗ്രീൻ മാത്രമല്ല 2 ഷെയ്ഡോടെ വരുന്നുണ്ട്. 1695 പ്രൈസ് റേഞ്ചിൽ സൂപ്പറായിട്ടുള്ള സാരീസാണ്. ഇനി ആപ്ലിക് വർക്ക് സാരീസ് ഇഷ്ടമുള്ളവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. കാരണം മറ്റൊരു ഫാബ്രിക്കിലേക്കുമാണ് വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മസ്റ്റാൻഡ് ഷെയ്ഡ്. 1695 റേറ്റിലേക്ക് വരും. ഈ ഒരു ഷെയ്ഡ് എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റാലിക് ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. പ്രൈസ് വരുന്നത് 1695. അടുത്ത വരുന്ന സാരി ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സാരിയുടെ പാറ്റേണിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതിലേക്ക് ഒരു റസ്റ്റി ഓറഞ്ച് ഷെയ്ഡാണ് ഇതിൻ്റെ ആ ഒരു ബോഡി പോർഷനിൽ വരുന്നത്. ഇനി ഞാൻ പറഞ്ഞല്ലോ, ജ്യൂട്ട് സിൽക്ക് സാരീസ് പല പ്രൈസ് റേഞ്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. സാധാരണയായിട്ട് എപ്പോഴും നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ 1795 അതിൻ്റെ തന്നെ കുറച്ചുകൂടെ പ്രീമിയം റേഞ്ചിലേക്ക് വരുന്നതാണ്. ബോഡി പോർഷൻ പ്ലെയിൻ ആയിട്ട് വരും. ഇവിടുത്തെ നല്ല അടിപൊളിയായിട്ടുള്ള സാരി ആട്ടോ. അതുപോലെ തന്നെ അതിന് കുറച്ച് പേരെങ്കിലും ഒരു ഇത് വന്നിട്ടുള്ള അതിൽ അത്രയും വീതിയുള്ള ബോർഡേഴ്സ് ഇഷ്ടമല്ലാത്ത കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വീതി കുറഞ്ഞ ബോർഡേഴ്സിലേക്കാണ് വന്നിരിക്കുന്നത്. നല്ലൊരു വീവിങ് പാറ്റേൺ, ബനാറസിയുടെ തന്നെ അടിപൊളി ഒരു വീവിങ് പാറ്റേൺ കോൺട്രാസ്റ്റ് കളറിലേക്ക് നമ്മുടെ ബോർഡേഴ്സിൽ കൊടുത്തിട്ടുണ്ട്.
സ്ട്രൈപ്പ് പാറ്റേൺ പല്ലുവിൽ വരും, ആ ഒരു സെയിം തന്നെ കേട്ടോ. അതുപോലെ തന്നെ ബ്ലൗസ് പീസ് കോൺട്രാസ്റ്റ് ആയിരിക്കും, പ്ലെയിൻ ആയിട്ട് വരും. സ്ലീവിൻ്റെ ബോർഡർ പോർഷൻ വരുന്നുണ്ട്. 1980 ആണ് ഈ ഒരു സാരിയുടെ പ്രൈസ് റേഞ്ച് വരുന്നത്. 2000 ബിലോ റേഞ്ചിൽ ഇത്രയും അടിപൊളിയായിട്ടുള്ള പാർട്ടി വെയർ സാരീസ്, നല്ല സൂപ്പർ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ, പിങ്ക് ആൻഡ് ഒരു ഗ്രീൻ കോമ്പിനേഷൻ, കോൺട്രാസ്റ്റ് ബ്ലൗസ് വരും. 1980 റേറ്റ് വരുന്നത്. ഈ ഒരു സാരിയിലും സാധാരണയായിട്ട് നമ്മൾ സെമി സിൽക്ക് സാരീസ് ചെയ്യുന്ന പോലെ തന്നെ ഒത്തിരി കളർ ഓപ്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ബ്ലൂവും ഒരു മെറൂണിൻ്റെ കോമ്പിനേഷനാണ് അടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് കളറൊക്കെ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇത് നേരത്തെ പർച്ചേസ്, നമ്മളൊരു റീസ്റ്റോക്ക് ഐറ്റം കൂടി കേട്ടോ. അപ്പോൾ നേരത്തെ പർച്ചേസ് ചെയ്തിട്ടുള്ളവരൊക്കെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോഴായിരിക്കും മറ്റ് കസ്റ്റമേഴ്സിനാണെങ്കിലും വാങ്ങിക്കാനൊരു എന്താ പറയുക ഒരു താല്പര്യമൊക്കെ തോന്നുക. അടുത്തത് ബ്ലാക്ക് ലവേഴ്സിന് വേണ്ടിയിട്ട് ബ്ലാക്കിൽ പിങ്കിൻ്റെ കോമ്പിനേഷനുമായിട്ട് വരുന്ന സാരി 1980 റേറ്റ് വരും. ഈ ഒരു ഷെയ്ഡ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉണ്ടായിരുന്ന ഷെയ്ഡ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ബൾക്ക് ക്വാണ്ടിറ്റി തന്നെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പീക്കോക്ക് ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. അതിൽ നേവി ബ്ലൂവിൻ്റെ കോമ്പിനേഷനുമായിട്ട് നല്ല എന്താ പീക്കോക്കിനെ പോലെ തന്നെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. എടുത്ത് ഡ്രൈപ്പ് ചെയ്ത് നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷൻ ഈ ഒരു സാരി നിങ്ങൾ ഡ്രൈപ്പ് ചെയ്താൽ എന്തായാലും സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആകാൻ പറ്റുന്ന ഒരു സൂപ്പറായിട്ടുള്ളൊരു ഐറ്റം, നല്ല കളർ. ഈ ഒരു ഷെയ്ഡായിരുന്നു നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും ആദ്യം തന്നെ സോൾഡ് ഔട്ട് ആയത്. ഇതൊക്കെ വേണ്ടവർ പെട്ടെന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. 1980 റേറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. അടുത്തതും ഒരു ഓറഞ്ച് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിലേക്കാണ് വരുന്നത്. ചെറിയൊരു ഫസ്റ്റ് ടച്ച് വരുന്ന നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ്. ഇതും ആ ഒരു ഗ്രീൻ്റെ കോമ്പിനേഷനൊക്കെ ആയിട്ട് സൂപ്പറായിട്ട് വരും. 1980 റേറ്റിലേക്ക് വരും. അടുത്തത് ഞാൻ വെയർ ചെയ്തിരിക്കുന്നതാണ് ഗ്രീനാണ് ഷെയ്ഡ്. അതിലേക്ക് വൈൻ്റെ കോമ്പിനേഷൻ. എനിക്ക് തോന്നുന്നത് പല കളേഴ്സ് ഞാൻ ഡ്രൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അധികം എനിക്കൊന്നും ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് ഞാൻ ഡ്രൈപ്പ് ചെയ്ത് അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ പേഴ്സണലി ഇന്ന് ഈ ഒരു സാരി ഡ്രൈപ്പ് ചെയ്തപ്പോൾ ഒത്തിരി ഇഷ്ടമായിട്ട് നല്ലൊരു ഭംഗി, നമുക്കൊരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ഒക്കെ തോന്നില്ല. അങ്ങനെ തോന്നിയൊരു കളർ ഷെയ്ഡാണ്. നമ്മളധികം യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അടിപൊളി സാരി. ഇതൊക്കെ വേണ്ടൊരു വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അടുത്തത് നമ്മുടെ സെമി ജൂട്ട് സിൽക്ക് സാരിയിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നൊരു ഷെയ്ഡായിരുന്നു ഈ ഒരു ഗ്രീൻ, അതായത് ചെറുപയർ പച്ച കളർ. ഇതിൻ്റെ പല കോമ്പിനേഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം വന്നിരിക്കുന്ന ഈ ചെറിയ ബോർഡേഴ്സുമായിട്ട് വരുന്നതിൽ നമുക്ക് കോമ്പിനേഷൻ വന്നിരിക്കുന്നൊരു പിങ്കാണ്. 1980 റേറ്റിലേക്ക് വരും. അടുത്തത് നമ്മുടെ ഒരു വൈൻ ടോൺ ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. സെയിം പാറ്റേണിൽ തന്നെ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. അപ്പോൾ ഇത്ര ഒരു കളറുള്ള ഇതിലേക്ക് വരുന്നുണ്ട്. ഒരു മസ്റ്റാർഡും അതായത് ഗോൾഡൻ ടച്ച് വരുന്ന മസ്റ്റാർഡാണ്. അതിലേക്ക് നേവി ബ്ലൂവിൻ്റെ കോമ്പിനേഷൻ. എനിക്കൊന്ന് 8-10 കളേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ചൂസ് ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ്. ഒത്തിരി കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. അതായത് നമുക്ക് ഒത്തിരി കളേഴ്സ് വരുന്നതിൽ നിന്ന് നമ്മൾ ഹാൻഡ് പിക്ഡ് ആണ്. അതിൽ നിന്ന് വീണ്ടും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനൊരു ഓപ്ഷൻ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളറൊക്കെ സെലക്ട് ചെയ്യുക, വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. 1980 റേറ്റിലേക്ക് വരും. അടുത്തത് നമ്മൾ നേരത്തെ സെമി ടസർ ഫാബ്രിക്കിൽ ആപ്ലിക് വർക്ക് വരുന്ന സാരീസ് കണ്ടിരുന്നു. അത് കുറച്ചുകൂടെ ബഡ്ജറ്റ് റേഞ്ചിലേക്കായിരുന്നു വരുന്നത്. അപ്പം അതിൻ്റെ തന്നെ ആ ഒരു ഇതും സെമി ടസർ തന്നെയാണ് ഫാബ്രിക് വരിക, കുറച്ചുകൂടെ പ്രീമിയം സെമി ടസറിലേക്ക് വരും. അതുപോലെ തന്നെ ആപ്ലിക് വർക്കിൻ്റെ ഡിസൈനിലും കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നൊരു സാരി ആട്ടോ. ഇതും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ട്രാൻസ്പെറൻ്റ് ഒന്നും അല്ലാതെ നമുക്ക് ഡ്രൈപ്പ് ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും തന്നെ ഡ്രൈപ്പ് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ്. ഇതിൻ്റെ നമ്മുടെ ഓൾ ഓവർ ഒരു ബോഡി പല്ലുവിൻ്റെ പോർഷനിലും അതുപോലെ തന്നെ നമ്മൾ ഞൊറിവെടുക്കുന്നിടത്ത് ലോവർ പോർഷനിലേക്കും ഫുള്ളായിട്ട് ആപ്ലിക് വർക്ക് ആട്ടോ വരുന്ന സാരി. ഫുള്ളെന്ന് പറഞ്ഞ പോലെ ആപ്ലിക് വർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്കാലപ്പ് വർക്ക് എടുത്ത് ബോർഡേഴ്സ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പല്ലുവിൻ്റെ ഔട്ട്ലുക്ക്, പല്ലു ഫുള്ളായിട്ട് ഈ ഒരു ആപ്ലിക് വർക്കാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ഇപ്പം ഞാൻ വളരെയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇതുപോലെ ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല, നല്ല അടിപൊളിയായിട്ടുള്ള സാരി. 2495 പ്രൈസിലേക്കാണ് വന്നിരിക്കുന്നത്. ഇത് 4 ഷെയ്ഡ്സ് ആട്ടോ വന്നിരിക്കുന്നത്. ഒരു പിങ്കിഷ് ലാവൻഡർ ഷെയ്ഡാണ് സെക്കൻഡ് വൺ വന്നിരിക്കുന്നത്. ആ ഒരു ആപ്ലിക് വർക്കിൻ്റെ ഡിസൈനും അതുപോലെ തന്നെ ഫാബ്രിക്കിലും ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഡിഫറൻസ് വന്നിരിക്കുന്നത്. 2495 റേറ്റ് വരിക. അടുത്തൊരു മസ്റ്റാർഡ് ഷെയ്ഡ് തന്നെയാണ്. ചെറിയൊരു ബ്രൗണിൻ്റെ ടച്ചും ഗ്രീൻ്റെ ടച്ചും കൂടെയൊക്കെ വരുന്ന കുറച്ച് റെയർ ആയിട്ടുള്ള കളർ ചാർട്ടിൽ ഈ ഒരു ആപ്ലിക് വർക്ക് വരുന്നുണ്ട്. 2495 റേറ്റിലേക്ക് വരും. അടുത്തത് നമ്മുടെ ബർഗൻഡി ഷെയ്ഡാണ്. ഇത് 4 ബ്യൂട്ടിഫുൾ കളർ ചാർട്ടിലാട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് കളർ സെലക്ട് ചെയ്യുക. ഇനി അടുത്ത കാണിക്കുന്നത് നമ്മുടെ പ്യുവർ ടസർ ഫാബ്രിക്കിൽ വരുന്നത്. എനിക്കൊന്ന് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു പ്രൈസ് 2795 പ്രൈസ് റേഞ്ചിലേക്ക് പ്യുവർ ടസർ സാരീസ് വന്നിരിക്കുന്നത്. അടിപൊളിയായിട്ടുള്ള സാരീസാണ്. പ്യുവർ ടസർ എന്ന് പറയുമ്പോൾ ഒത്തിരി പേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള റൈറ്റാണ്. ചിലപ്പം ഒരു പ്രൈസ് റേഞ്ച് കാരണം തന്നെ അതിനെ അവോയ്ഡ് ചെയ്ത് വിടുന്ന കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വാങ്ങാൻ പറ്റിയ ഒരു പ്രൈസ് റേഞ്ച് ആട്ടോ. 3000 ബിലോ, അത് 2795 റേറ്റിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ബോഡി പോർഷൻ ഫുള്ളായിട്ട് വീവിങ് പാറ്റേൺ ആണ്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടൊരു വീവിങ് പാറ്റേൺ ആണ് ബോർഡേഴ്സിലേക്ക് കൊടുത്തിരിക്കുന്നത്.
പല്ലുവിലും അതുപോലെ തന്നെ സെയിം കളറിൽ ത്രെഡ് വീവ്സ് ഒക്കെ വരും. ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസും പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. റേറ്റ് 2795. ഇതിൻ്റെ ഡിഫറെൻറ്റ് പാറ്റേൺസ് ആണ് കാണിക്കുന്നത്. കളേഴ്സും വരുന്നുണ്ട്. അടുത്തൊരു ഒനിയൻ പിങ്കിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡിലേക്കാണ് വരിക. ഒരു ഓൾ ഓവർ ബോഡി പോർഷനിൽ വീവിങ് വരും. ബോർഡേഴ്സ് നേരത്തെ നമ്മൾ കണ്ട അതേ പാറ്റേൺ, ആ ഒരു കളറിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. പ്ലെയിൻ ആയിട്ടായിരിക്കും നമ്മുടെ ബ്ലൗസ് പീസൊക്കെ വരിക. 2795 റേറ്റ് വരും. അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു ലാവൻഡറും അതിലേക്ക് ചെറിയൊരു ഗ്രേപ്പിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ്. ഇതിൽ ആ ഒരു വീവിങ് കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ട് ഒരു 6 വീവിങ്ങിലേക്കാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ബോർഡേഴ്സിലേക്ക് വരുമ്പോഴത്തേനും ഒരു ലൈൻ പാറ്റേണുമായിട്ട് വരും. ഈ ഒരു സാരീസൊക്കെ ഡ്രൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള സാരിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പ്യുവർ ഡ്രസ്സറൊക്കെ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടുന്ന സാരീസാണ്. അതുപോലെ ഇതും ഡ്രൈപ്പൊക്കെ ചെയ്താൽ നന്നായിട്ട് ഒതുങ്ങിയിരിക്കുന്നത് കേട്ടോ. പല്ലുവിലേക്ക് ആ ഒരു വീവിങ് പാറ്റേൺ തന്നെയാണ്, ത്രെഡിൻ്റെ വീവിങ് പാറ്റേൺ വരും. ടാസിൽസ് അറ്റാച്ച്ഡ്. ബ്ലൗസ് പീസിൽ ഇതിൽ ഒരു ബോർഡർ പോർഷനിൽ വന്നിരിക്കുന്ന ഒരു ചെറിയൊരു ലൈൻസ് വരുന്നുണ്ട്. 2795 റേറ്റിലേക്ക് വരും. അടുത്ത ഗ്രീനാണ് ഷെയ്ഡ്. ഇതിൻ്റെ കുറച്ച് ഒരു 6 ലൈക്ക് വീവിങ് ലൈൻസും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഔട്ട്ലുക്ക് വരുന്നത് അതുപോലെ 2795 റേറ്റ് വരുന്നത്. അടുത്ത ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഒരു മെറൂണിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡിലേക്കാട്ടോ. മെറൂൺ ചെറിയൊരു പിങ്ക് ടച്ച് വരുന്നൊരു മെറൂണാണ്. ഇതിലൊക്കെ ആ ഒരു 6 ലൈക്ക് വീവിങ് ആണ് ഓൾ ഓവർ ബോഡി പോർഷനിൽ വരിക. പല്ല് വരുമ്പോഴത്തേനും ത്രെഡിൻ്റെ വീവിങ് പാറ്റേൺ സെയിം കളറിലേക്ക് തന്നെ വരും. 2795 റേറ്റ് വരും. അടുത്തത് ഈ ഒരു വയലറ്റ് ഷെയ്ഡ്, ചെറിയൊരു ഗ്രേപ്പ് ടച്ച് വരുന്ന വയലറ്റ് ആയിട്ട് നല്ല സൂപ്പറായിട്ടുള്ള ഷെയ്ഡ്. സാധാരണയായിട്ട് ടസറിൽ അധികം ഡാർക്ക് ഷെയ്ഡ്സ് ഒന്നും നമുക്ക് അങ്ങനെ കിട്ടാറില്ല. പക്ഷേ ഈ ഒരു ഷെയ്ഡൊക്കെ ഉണ്ട്. ഡാർക്കാണെന്ന് വെച്ചാൽ ഡാർക്കാണെന്ന ഒത്തിരി കണിക്കുത്തുന്ന അങ്ങനത്തെ ഒരു ഷെയ്ഡും അല്ല. ടസറിലൊരു അടിപൊളി ഷെയ്ഡ് എന്ന് തന്നെ പറയാൻ പറ്റും. അതുപോലെ തന്നെ റയർ ആയിട്ടുള്ളതാണ്. 2795 റേറ്റിലേക്ക് വരും. അടുത്തതും നമ്മുടെ ഒരു ഒനിയൻ പിങ്കിൻ്റെ ഒക്കെ ഷെയ്ഡാണ്. ഇതിൽ വീവിങ്ങും നമ്മൾ എനിക്ക് ഫസ്റ്റ് പാറ്റേണിലേക്ക് കുറച്ച് സമയമുള്ള രീതിക്കാണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസ്. ബോർഡേഴ്സിലേക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വീവിങ് പാറ്റേൺ ലുക്ക് വരുന്നത്. അതുപോലെ 2795 റേറ്റിലേക്ക് വരും. അടുത്തതും ലാവൻഡറിൻ്റെ തന്നെ മറ്റൊരു ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടതിൻ്റെ ആ ഒരു പാറ്റേൺ തന്നെയാണ്. 2795 ആണ് ഇത് പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ ഒരു കളക്ഷൻസിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. താങ്ക്